നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഞാനും ഇക്കായും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് പാലുകാച്ചാണ്. സോ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് അറിയാണ്ട് ഞങ്ങൾ പോത്തീസിൽ ചെന്നതാണ്. അവിടെ ഇത്രയും വലിയ ഓഫർ നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ ചെന്ന് പെട്ടുപോയി എന്ന് തന്നെ പറയാം. അപ് ടു 50% ഒക്കെ പല സ്റ്റോറിൽ നടന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫ്ലാറ്റ് 50% ഓഫർ നടക്കുവാണ് കേട്ടോ പോത്തീസിൽ. ഇന്നും നാളെയാണ്, അതായത് 9-10 ദിവസങ്ങളിലാണ് 50% ഓഫർ നടക്കുന്നത്. ഗ്രോസറീസിൽ ഒരു 85% പ്രോഡക്ട്സിനും 50% ഓഫറുണ്ട്. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നിങ്ങളിത് കാണുന്നില്ലേ, ഇതെന്നല്ല, ഇതിനെക്കാട്ടിലും തിരക്കായിരുന്നു അവിടെ. നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അത്രയും പ്രോഡക്ട്സിനും നല്ല ഓഫറും ഉണ്ട്. നമ്മൾ ഏത് ഭാഗത്താണ് തിരക്കില്ല എന്ന് നോക്കിയിട്ട് ആ ഭാഗത്ത് കൂടെയൊക്കെ ഇഴഞ്ഞിഴഞ്ഞ് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ. പിന്നെ കുറേ ഈ സ്വീറ്റ്സിൻ്റെ സെക്ഷനിലോട്ടൊന്നും നമ്മൾ പോയില്ല. അവിടെയൊക്കെ എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇപ്പം മാഗി എടുത്താ അങ്ങനെ ഇക്കതാ പോയി മാഗിയൊക്കെ എടുത്തിട്ട് വന്ന് ഞാനും കുഞ്ഞും കൂടിയിട്ട് അപ്പോഴത്തേക്കും ഒരു സൈഡിൽ കൂടി നടന്ന്. നമുക്ക് കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല, അത് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെറുതെ ഗ്രോസറിയിൽ നമ്മൾ ഒരു പാക്കറ്റ് തൈര് വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് ഇത്രയും പ്രോഡക്റ്റ്സിനൊക്കെ ഓഫർ ഉള്ളത് കണ്ടത്. പിന്നെ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ എടുത്തു. നല്ല ബെസ്റ്റ് ഓഫർ എന്ന് പറയാനായിട്ട് മിൽക്ക് മെയ്ഡിന് 50% ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ പുട്ടുപൊടിക്ക് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ 50% ഓഫറുണ്ട്. പിന്നെ എവ്രി ഡേയുടെ 1 kg മിൽക്ക് പൗഡറില്ലേ, പാൽപ്പൊടി, അതിന് നല്ല ഓഫറുണ്ട്. നല്ല ഓഫർ എന്ന് പറയുമ്പോൾ അതിന് 50% ഓഫറുണ്ട്. ഡവിൻ്റെ സോപ്പ് 5 പാക്കിൻ്റെ സോപ്പിന് 50% ഓഫറുണ്ട്. അങ്ങനെ കുറച്ചല്ല, കുറേ അധികം പ്രോഡക്റ്റ്സിന്. പിന്നെ മറ്റേ പ്ലാസ്റ്റിക് ടിന്നിനൊക്കെ നല്ല ഓഫറുണ്ടായിരുന്നു. അയ്യോ, ഒരുവിധം ബില്ലിങ് കഴിഞ്ഞ് പുറത്തിറങ്ങി വണ്ടിയിൽ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമ്മൾ മെയിനായിട്ട് വന്നത് പാലുകാച്ചിന് സാധനം വാങ്ങാനാണ്. സോ നമ്മളിനി സാധനം വാങ്ങാനാണ്. അപ്പം നമുക്കിനി പാലുകാച്ചിൻ്റെ സാധനം നോക്കാൻ പോകാം. കുഞ്ഞിൻ്റെ ഗാനം വരണം. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഹോം അപ്ലയൻസസിൻ്റെ ആ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. ഇവിടെയൊന്നും കാര്യമായിട്ടുള്ള ഓഫറൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓഫർ മാത്രമല്ല, ആ പ്രോഡക്റ്റ്സിനൊന്നും, അവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റ്സിനൊന്നും ആ കാശിന് വെർത്താണെന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ അതെ, ഈ ദോശക്കല്ല് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അതിന് ഓൾമോസ്റ്റ് ഒരു 3000 റുപ്പീസ് അടുപ്പിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിയില്ല. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ, അല്ലെങ്കിൽ കാണുമ്പോൾ ദിസ് ഈസ് ക്യൂട്ട് അങ്ങനെ തോന്നുന്ന സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സ്പൂണൊക്കെ നല്ല ക്യൂട്ടാണ് കാണാൻ. പക്ഷെ ഒരു പീസിന് തന്നെ 85-90 അത്രയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളതൊന്നും എടുത്തില്ല. പക്ഷെ എനിക്ക് സ്പൂണൊക്കെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെന്താണ്, അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്. പിന്നെ പാത്രങ്ങൾ കാണുമ്പോൾ പൊതുവേ എനിക്കൊരു തരം ഭ്രാന്താണ്. ആ ഭ്രാന്ത് ഇവിടെ ചിലവായില്ല. കാരണം എനിക്ക് ആ പൈസയ്ക്കൊന്നും വെർത്തായിട്ട് തോന്നില്ല. പിന്നെ ഇത് കൊള്ളാട്ടോ, ഇതും പക്ഷേ 190 റുപ്പീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്താണ് സംഭവം എന്നെനിക്ക് മനസ്സിലായില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ഡൗൺ. പിന്നെ കുറച്ച് ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽസും നല്ല റേറ്റ് ഉണ്ട്. ഇത് 399 റുപ്പീസാണ്. ഇതിൻ്റെ വേറെ ഒരു പാറ്റേൺ താഴെ നമ്മൾ ഗ്രോസറിയൊക്കെ നോക്കിയില്ല, അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് 99 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കിങ്ങനത്തെ ബൗൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ കുറേ നോക്കി. പിന്നെ ബാക്കി ചുമ്മാ കുറേ നോക്കി. എന്തായാലും അവിടെ കയറിയതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ പ്രോഡക്റ്റ്സ് ചുമ്മാ നോക്കി. ഇപ്പം സമയം ഏകദേശം പാതിരാത്രി 12:30 കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളവള സംസാരിക്കുന്നത്. കാരണം എനിക്കിത് വോയിസ് ഓവർ കൊടുത്ത് നാളെ അപ്ലോഡ് ചെയ്യണം. അതാകുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും യൂസ് ആവുമല്ലോ, ചെന്ന് വാങ്ങാമല്ലോ. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ പാതിരാത്രി ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. ഈ കാസറോൾ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ അതിന് 1000 റുപ്പീസ് അടുപ്പിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് അതും വാങ്ങിയില്ല. പിന്നെ നമ്മൾ നേരെ ആ ഫാൻസിയുടെ സെക്ഷനിലോട്ട് എനിക്കൊരു മൂക്കുത്തി നോക്കാനായിട്ട് പോയി. പക്ഷേ മൂക്കുത്തി ഒഴികെ അവിടെ ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. കമ്മലൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മൽ, ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് ഉണ്ട് കേട്ടോ. 200-300 ആ ഒരു റേഞ്ചിനേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ്. അപ്പം അതൊക്കെ കുറച്ച് വെർത്തായിട്ട് തോന്നി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി 2-3 ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ കുഞ്ഞൂന് അവിടെ മറ്റേ ചെവിയിൽ വെക്കുന്ന സംഭവം നോക്കി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫിലിമിന് പോകുമല്ലോ, അത് ഞാൻ ക്ലിപ്പ് പിന്നീട് കാണിച്ചു തരാവേ. അതുകൊണ്ട് കുഞ്ഞിന് ആ
ചെവിയിൽ വെക്കുന്ന സംഭവം നോക്കി കീ ചെയിൻസ് നോക്കുക. ഈ കീ ചെയിനും ഇതിങ്ങനെ കറങ്ങും കേട്ടോ. ഈ കീ ചെയിനും വേറെ ഒരു കീ ചെയിനും വേറെ എന്തൊക്കെയോ അവിടെ നിന്ന് കുട്ടി കുട്ടി സാധനങ്ങൾ എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിന് ചെവിയിൽ വെക്കുന്ന സംഭവം ഇതാണ് കേട്ടോ നോക്കിയത്. പക്ഷേ ഇതൊന്നും അവളുടെ സൈസ് അല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല. അവിടെ നിന്ന് കുറച്ച് അരിക്കുലിക്ക് സാധനങ്ങൾ തിരിച്ചു പോയാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല. ഇപ്പം ഷൂ ക്യാബിനറ്റ് കഴിഞ്ഞിറങ്ങും. തിരിച്ചിറങ്ങുന്ന വഴിക്ക് നമ്മളത് ക്യൂട്ടായിട്ടുള്ള പാവകൾ കണ്ടിട്ട് എനിക്ക് പണ്ട് എന്നെ പേഴ്സണലി അറിയാമെന്നുള്ളവർക്കറിയാം, എനിക്ക് പണ്ട് ഈ പാവകളോട് വല്ലാത്ത ഒരു തരം ഭ്രാന്താണ് ഗൈസ്. അങ്ങനെ കുറേ അതൊക്കെ നോക്കി വാങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 550 റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഹെസാമൂന് വാങ്ങാതെ അങ്ങനെ കുഞ്ഞുന് മാത്രം വാങ്ങുന്നത്, അതുകൊണ്ട് നമ്മൾ 2 പേർക്കും വാങ്ങിയില്ല. നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നെങ്കിൽ നിങ്ങൾ ഓടി വന്ന് വാങ്ങിക്കോ, നല്ല ഓഫറുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് തിരിച്ച് വീട്ടിൽ വരുന്ന വഴിക്ക് നമ്മൾ ഫുഡും കഴിച്ചിട്ടാണ് വന്നത്. നമ്മൾ വീട്ടിലെത്തി. ഇനി ഞാൻ എന്തൊക്കെ വാങ്ങിയെന്ന് കാണിച്ചു കേട്ടോ. ഞാൻ വാങ്ങിയ സാധനങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാം 50% ഉള്ളത് നോക്കിയാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബാത്റൂം ക്ലീനറാണ് കേട്ടോ. ഇതിന് 50% ഉണ്ടായിരുന്നു. 99 റുപ്പീസിൻ്റെ നമുക്ക് 50 റുപ്പീസ്. പിന്നെ ഡവിൻ്റെ ഈ ഒരു 5 പാക്കിൻ്റെ അതിന് 50% ഉണ്ടായിരുന്നു. ഇത് 202 അങ്ങനെ അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, 200 സംതിങ് ഇതിനായി. പിന്നെ നമ്മൾ ചെറിയ പാക്ക് എടുത്തിട്ട് വന്നപ്പോൾ ഈ വലുതിന് 50% കണ്ട് ഇതെടുത്ത്. ഇതിന് 60 രൂപ അത്ര ഇതിനും ആയിട്ടുള്ളൂ, ഈ ഒരു വലിയ പാക്കറ്റ് മാഗിക്ക്. പിന്നെ ഈ ഒരു മൾട്ടി ഗ്രെയിൻ്റെ ബ്രെഡ് എടുത്ത്, ഇതിന് ഓഫറൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പെരിഞ്ചീരകം എടുത്തു, ഇതിന് 25 രൂപ അത്രേ ഉണ്ടായിരുന്നു. വെജിറ്റബിൾസ് വാങ്ങി, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, അങ്ങനെ കുറച്ച്. നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് കുഞ്ഞുൻ്റെ ഡയപ്പറാണ്. അപ്പോൾ കുഞ്ഞുൻ്റെ ഡയപ്പർ വാങ്ങി. പിന്നെ നമ്മൾ ഈ ഒരു ടൂത്ത് ബ്രഷ് വാങ്ങി കേട്ടോ. ഇത് നല്ല ക്യൂട്ടല്ലേ. ഇതിന് 25 രൂപയാണ് കേട്ടോ. 45ൻ്റെത് 24 സംതിങ്ങിന് കിട്ടി. ഇതിൻ്റെ 2 എണ്ണം വാങ്ങി, ഒരെണ്ണം ഇസാനും ഒരെണ്ണം ഫാദുവിനുമാണ് വാങ്ങിയത്. പിന്നെ മിൽക്ക് മെയ്ഡും ഇത് സെസമി സീഡിൻ്റെ ക്യാൻഡീസ്, ചിക്കി ക്യാൻഡീസാണ്. ഇത് രണ്ടിനും 50% ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് വാങ്ങി. മെയിനായിട്ട് നമ്മൾ തൈര് വാങ്ങാനാണ് കരുതി. തൈരൊക്കെ കേട് വാങ്ങി. പിന്നെ മല്ലിപ്പൊടി, നേരത്തെ മല്ലിപ്പൊടി വാങ്ങി. വേറെ എന്തോ പുട്ടുപൊടി ബ്രാഹ്മിൻസിലാണ്. ഇതിന് 50% ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ 2 കവർ വാങ്ങി. അപ്പം ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ വാങ്ങിയത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾ നാളെ പോയി വാങ്ങുക. നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അന്ന് പോയി വാങ്ങുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.